ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കുട്രാളം ഫാൾസ് സ്പെഷ്യാലിറ്റീസ്, കുട്രാളം ഫാൾസിൻ്റെ, കുട്രാളം വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ ചിറ്റാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കുട്രാളം ഫാൾസ് എന്നത്. കുറ്റാലം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കുറ്റാലം വെള്ളച്ചാട്ടം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 167 മീറ്ററാണ്. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ചിറ്റാർ നദിയിൽ പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടം എന്നത് കുട്രാളം വെള്ളച്ചാട്ടം മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഈ കുട്രാളം വെള്ളച്ചാട്ടം എന്നത്. ഈ വെള്ളത്തിന് ഔഷധ ഗുണമുള്ളത് കൊണ്ട് ഇതിന് മെഡിക്കൽ സ്പാ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതും മറ്റൊരു പ്രത്യേകതയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എന്ന് പറയാം. തെങ്കാശിയിൽ നിന്നും 5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. ഇവിടെ 9 വെള്ളച്ചാട്ടങ്ങളുണ്ട്. പേരരുവി, ഐന്തരുവി, പുലിയരുവി എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളെന്ന് പറയുന്നത്. കുട്രാളത്ത് വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഈ കുട്രാളം വെള്ളച്ചാട്ടം എന്നത്. ഇതിൻ്റെ ഐതിഹ്യം നോക്കുമ്പോൾ ഹൈന്ദവ ഐതിഹ്യം അനുസരിച്ച് ശിവൻ്റെയും പാർവതിയുടെയും വിവാഹ സമയത്ത് കൈലാസത്തിൽ വലിയ ക്രൗഡായിരുന്നു, വലിയ ജനക്കൂട്ടമായിരുന്നു. അതിനാൽ അഗസ്ത്യമുനിക്ക് ഇത് കാണുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അഗസ്ത്യമുനി കുട്രാളത്തായിരുന്നു. കുട്രാളത്ത് നിന്നും അഗസ്ത്യമുനി ശിവനോട് പ്രാർത്ഥിക്കുകയും ശിവൻ കുട്രാളത്ത് ദർശനം കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുട്രാളത്ത് ദർശനം കൊടുക്കുന്നു. ആ ദർശനം കൊടുത്ത സ്ഥലത്ത് കുട്രാളനാഥർ എന്ന പേരിൽ ഒരു അമ്പലമുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട്. ഈ കുട്രാളത്തിന് പിന്നിൽ അങ്ങനെയൊരു ഐതിഹ്യമുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശമാണ്. അതായത് കൊല്ലം ജില്ലയ്ക്ക് സമീപമാണ് തെങ്കാശി ജില്ല എന്നത്. തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ പുനലൂരിൽ നിന്നും ഏകദേശം 59 കിലോമീറ്ററും പുനലൂരിൽ നിന്നും ഏകദേശം 56 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നും ഏകദേശം 59 കിലോമീറ്ററും തെങ്കാശിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സരൾ വിള എല്ലാ വർഷവും തമിഴ് മാസമായ ആദിയിൽ തിരുനെൽവേലി ജില്ലാ ഭരണകൂടം ഇവിടെ നടത്തുന്നുണ്ട്. തമിഴ് മാസമായ ആദി എന്ന് പറയുമ്പോൾ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ 8 ദിവസങ്ങൾ നീളുന്ന സരൾ വിള ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ വലിയ ജനക്കൂട്ടമായിരിക്കും ഇവിടേക്ക് എത്തുക. അതും മറ്റൊരു പ്രത്യേകതയാണ് കുട്രാളം ഫാൾസിൻ്റെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.